വിറ്റുവരവിലും പ്രവർത്തന ലാഭത്തിലും കുതിപ്പുമായി സംസ്ഥാനത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ. സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് തയ്യാറാക്കിയ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ അവലോകന റിപ്പോർട്ട് അനുസരിച്ച് 2021-22 കാലത്ത് 37,405 കോടിയായിരുന്ന വിറ്റുവരവ് 2022-23 40,774.07 കോടിയായി വർദ്ധിച്ചു. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ വിറ്റുവരവിൽ 9% വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 67 സ്ഥാപനങ്ങൾ പ്രവർത്തന ലാഭത്തിൽ 23.46% വർധനയുണ്ടാക്കി. പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ തൊഴിലെടുക്കുന്നവരുടെ എണ്ണവും മുൻവർഷത്തെ അപേക്ഷിച്ച് വർദ്ധിച്ചിട്ടുണ്ട്. 2021-22 കാലയളവിൽ 1,27,416 പേരാണ് പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ തൊഴിലെടുത്തിരുന്നതെങ്കിൽ 2022-23 ഇത് 1,29,982 പേരായി ഉയർന്നു. രാജ്യത്താകെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റഴിക്കുകയും പുതിയ നിയമനങ്ങൾ നടത്താതിരിക്കുകയും ചെയ്യുമ്പോഴാണിത്. നിക്ഷേപം മുൻവർഷത്തേക്കാൾ 11.54% വർദ്ധിച്ച് 90,948.14 കോടിയായി. 57 സ്ഥാപനങ്ങൾ ലാഭം കൈവരിച്ചു. മുൻവർഷം 855.02 കോടിയായിരുന്ന ലാഭം 889.15 കോടിയായി വർദ്ധിച്ചു. 2021-22 66 സ്ഥാപനങ്ങളാണ് നഷ്ടത്തിൽ പ്രവർത്തിച്ചതെങ്കിൽ കഴിഞ്ഞ വർഷം 59 കുറഞ്ഞു. മുൻവർഷം നഷ്ടമുണ്ടാക്കിയ 12 സ്ഥാപനങ്ങൾ ലാഭത്തിലായി. 32 സ്ഥാപനങ്ങൾ ലാഭം വർദ്ധിപ്പിച്ചു. KSFE ആണ് കൂടുതൽ ലാഭമുണ്ടാക്കിയത്. 2021-22 105.49 കോടിയാണ് ലാഭമെങ്കിൽ 2022-23 350.88 കോടിയാണ് വർദ്ധിച്ചത്. 85.04 കോടി ലാഭമുണ്ടാക്കി KMML രണ്ടാം സ്ഥാനത്തും ലാഭം 67.9 കോടിയായി ഉയർത്തി ട്രാവൻകൂർ കൊച്ചിൻ കെമിക്കൽസ് മൂന്നാം സ്ഥാനത്തുമാണ്. വിറ്റുവരവിൽ ഒന്നാം സ്ഥാനത്ത് KSEBയും രണ്ടാം സ്ഥാനത്ത് KSFEയും മൂന്നാം സ്ഥാനത്ത് ബിവറേജസ് കോർപ്പറേഷനുമാണ്. നഷ്ടത്തിൽ മുന്നിൽ KSRTCയും വാട്ടർ അതോറിറ്റിയുമാണ്.